Question number 23. See, two light beams on a transparent material block at point 1 and 2 with an angle theta 1 and theta 2 as shown in figure. After refraction, the beam intersect at a point 3 which is exactly the interface at the other end of the block. Given that the distance between 1 and 2 is d, that is equal to 4 root 3 centimeter, and theta 1 is equal to theta 2, that is equal to cos inverse 2 divided n2 divided by 2n1, where refractive index of the block n2 which is greater than the refractive index of outside medium n1. The thickness of the block is. See, നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻ ആണ്. സോ ആദ്യം ക്വസ്റ്റൻ എന്താണെന്ന് പറയാം. ഇവിടുന്ന് വരുന്ന ഈ ബീം ഓഫ് ലൈറ്റ് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ 1 ആണ്. അങ്ങനെയാണെങ്കിൽ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 90 മൈനസ് തീറ്റ 1 ആയിരിക്കും. സെയിം ഇവിടെ അതേപോലെ തന്നെ 90 മൈനസ് തീറ്റ 2. തീറ്റ 1ഉം തീറ്റ 2ഉം സെയിം ആണെന്ന് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് ലൈറ്റുകൾ വന്ന് ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകൾ നമ്മുടെ ഡിസ്റ്റൻസ് ഡി ആണ്. അതിൻ്റെ വാല്യൂ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. സോ വിച്ച് വിൽ ബെൻഡ് ടുവേർഡ്സ് നോർമൽ. ദിസ് ഓൾസോ ബെൻഡ് ടുവേർഡ്സ് നോർമൽ. ഇത് കറക്റ്റ് അതർ എൻഡ്, അതായത് ഈ ഇൻ്റർഫേസിൻ്റെ ഓപ്പോസിറ്റ് ഇൻ്റർഫേസിൽ കറക്റ്റ് മീറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദ ഗ്ലാസ് സ്ലാബ് ആയിരിക്കും ഡി. വേണ്ട, നമുക്ക് ടി എന്ന് എഴുതാം. ആൻഡ് ദിസ് വിൽ ബി d/2. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ തിക്നെസ് ടി ആണ്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഈ ആംഗിളും സെയിം ആണ്. അപ്പോൾ ഈ ഇൻ്റർഫേസ് എടുത്തിട്ട് അവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. സ്നെൽസ് ലോ അപ്ലൈ ചെയ്താൽ നമുക്ക് സൈൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ നമുക്ക് 90 മൈനസ് തീറ്റ 1 ഡിവൈഡഡ് ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2 ആണ്. സറൗണ്ടിങ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 ആണ്. ഓക്കെ, അപ്പോൾ സൈൻ 90 മൈനസ് തീറ്റ ഇസ് കോസ് തീറ്റ 1 ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു n2 ഡിവൈഡഡ് ബൈ n1 എന്ന് വരും. ശരിയല്ലേ? നമുക്ക് ക്വസ്റ്റ്യനിലൊരു ഡാറ്റ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് തീറ്റ 1ഉം തീറ്റ 2ഉം സെയിം ആണ്. ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ് n2 ബൈ 2n1 ആണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം കോസ് തീറ്റ ഈസ് ഈക്വൽ ടു n2 ഡിവൈഡഡ് ബൈ 2n1 ആണ്. അപ്പോൾ കോസ് തീറ്റയ്ക്ക് നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സൈൻ ആറിന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ സൈൻ ആർ ഇസ് ഈക്വൽ ടു ഈ n1 ഡിവൈഡഡ് ബൈ n2 ഇപ്പുറത്തേക്ക് വരും. n1 ഇങ്ങോട്ടേക്ക് വരും, n2 താഴേക്ക് വരും. ഇൻറ്റു കോസ് തീറ്റ 1 ആണ് വരിക. സോ സൈൻ ആർ ഇസ് ഈക്വൽ ടു n1 ഡിവൈഡഡ് ബൈ n2 ഇൻറ്റു കോസ് തീറ്റ 1. കോസ് തീറ്റ 1ന് നമുക്ക് n2 ഡിവൈഡഡ് ബൈ 2n1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ n2 കട്ടായി പോവും, n1ഉം n1ഉം കട്ടാവും. അപ്പോൾ സൈൻ ആർ ഇസ് ഈക്വൽ ടു നമുക്ക് 1/2 എന്ന് കിട്ടും. സോ ആർ ഇസ് ഈക്വൽ ടു 30 എന്ന് കിട്ടും. ആർ ഇസ് ഈക്വൽ ടു 30. സോ ഈ ആംഗിൾ നമുക്ക് 30 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഈ ട്രയാങ്കിൾ വരയ്ക്കാം. യെസ്, ഈ ട്രയാങ്കിളിൽ ഈ സൈഡ് തിക്നെസ് ഓഫ് ദ സ്ലാബ് ആണ്. ഈ ഡിസ്റ്റൻസ് d/2 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഇവിടെ d/2. അപ്പോൾ അവിടെ tan of 30 ഈസ് ഈക്വൽ ടു d/2 ഇൻറ്റു തിക്നെസ്. ഡീൻ്റെ വാല്യൂ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. tan 30 ഈസ് √3. tan 30 ഈസ് 1/√3. 1/√3 ഈസ് ഈക്വൽ ടു ഡിയുടെ വാല്യൂ d ഈസ് 4√3 ആണ്. 4√3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു തിക്നെസ്. അപ്പോൾ തിക്നെസ് ഈസ് ഈക്വൽ ടു, തിക്നെസ്സിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. 2ഉം 4ഉം കട്ട് ചെയ്ത് അവിടെ 2 വരും. 2 ഇൻറ്റു √3 ഇൻറ്റു √3. √3 ഇൻറ്റു √3 3 ഇൻറ്റു 2 ഈസ് 6. അപ്പോൾ 6 സെൻറ്റിമീറ്റർ ഈസ് ദ തിക്നെസ്. സോ ആൻസർ ഇസ് 6 സെൻറ്റിമീറ്റർ. ക്ലിയർ?